പരിപാടിയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുക്കുന്ന വിഷയത്തിന്റെ വ്യത്യസ്തത, അനുഭവ തീഷ്ണത, അനുഭവത്തിന്റെ സ്വാഭാവികത, ഭാഷാ പ്രയോഗത്തിന്റെ ലാളിത്യം, നർമ്മബോധം എന്നിവ കൊണ്ട് മലയാള സാഹിത്യത്തിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ ബഹുമാനപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. താങ്കളുടെ ധാരാളം കൃതികൾ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമകാലികരായ എഴുത്തുകാരുടെ കൃതികളും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ അവരുടെ എഴുത്തു ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി ബഷീർ കൃതികളെ എങ്ങനെ അടയാളപ്പെടുത്താം? സമകാലികർ എന്നതിലുപരിയായി ഓരോ എഴുത്തുകാരുടെയും എഴുത്തുശൈലികൾ വ്യത്യസ്തമാണ്. എഴുത്തുകാർ അവരുടെ ഓരോ പ്രതിയിലും വ്യത്യസ്തത പുലർത്താൻ ശ്രമിക്കുന്നവരാകും. എങ്കിൽ കൂടി നമ്മുടെ നൈസർഗികമായ ഒരു കയ്യൊപ്പിലൂടെ ഇത് ഏത് എഴുത്തുകാരൻ്റെ കൃതിയാണെന്ന് കണ്ടെത്താൻ ചിലപ്പോൾ നല്ലൊരു വായനക്കാരന് എളുപ്പത്തിൽ സാധിച്ചേക്കാം. ചിലപ്പോൾ ഭാഷയുടെ പ്രത്യേകതയാകാം, വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പാകാം, ചിലപ്പോൾ ഒരേ ബിംബങ്ങൾ മിക്ക കൃതിയിലും കടന്നു വരാം. വളരെ ലളിതമായ ഭാഷയാണ് ബഷീർ കൃതികളുടെ പ്രത്യേകത. എന്തുകൊണ്ടാണത്? എൻ്റെ കൃതികളിലെ ഭാഷ വളരെ ലളിതമാണ്. വ്യാകരണത്തിൻ്റെ ഇടയിൽ പെട്ടു പരുങ്ങുന്ന ഒരു ഭാഷാരീതി എൻ്റെ കൃതികളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. മാത്രവുമല്ല, അവയുടെ ഔപചാരികതയുടെ അംശവും ഞാൻ നിലനിർത്തുന്നില്ല. സാധാരണക്കാരായ ആൾക്കാരാണ് എൻ്റെ മിക്ക കഥാപാത്രങ്ങളും. അവരുടെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്, അവരുടെ ജീവിതമാണ് നിങ്ങൾ അറിയുന്നത്. അവയ്ക്ക് വ്യാകരണത്തിൻ്റെ നിയമങ്ങളോ ഘോരമായ സാഹിത്യ പ്രസംഗത്തിൻ്റെയോ സങ്കീർണമായ ഭാഷയുടെയോ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബാല്യകാല സഖി ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത ഒരേടാണ്. അതിൻ്റെ വാക്കുകളിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്ന് MP പോൾ നോവലിൻ്റെ അവതാരികയിൽ കുറിച്ചിട്ടുണ്ട്. താങ്കളുടെ വ്യക്തി ജീവിതത്തിന്റെ പരിച്ഛേദം പല കൃതികളിലും പ്രകടമാകുന്നുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വ്യക്തിജീവിതം എന്ന രീതിയിൽ നോക്കിക്കാണുമ്പോൾ മാത്രമാണ് അതൊരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നത്. ആ കാഴ്ചയിൽ നിന്നും ഭിന്നമായി അവയെ സാമൂഹികമായി നോക്കിക്കാണുമ്പോൾ ഇതൊക്കെ മിക്കവരുടെയും പ്രശ്നങ്ങൾ തന്നെ. പലരുടെയും ജീവിതത്തിൽ നടക്കുന്നതോ നടന്നതോ നടക്കാൻ പോകുന്നതോ ആയ സംഭവങ്ങളെയാണ് ഞാൻ വിഷയമാക്കിയിട്ടുള്ളത്. ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ആ സമൂഹത്തിന്റെ ഭാഗമാണല്ലോ. താങ്കളുടെ പല കൃതികളിലും പ്രണയം, വിശപ്പ്, സഹജീവി സ്നേഹം, പാരിസ്ഥിതിക അവബോധം എന്നതൊക്കെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാവാം ഇത്തരം വികാരങ്ങളുടെ ആവർത്തനം കൃതികളിലുള്ളത്? സമൂഹജീവി എന്ന നിലയിൽ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ പെടുന്നവയാണ് ഇവയൊക്കെ. മനുഷ്യന്റെ ആരോഗ്യപരവും മാനസികവുമായ നിലനിൽപ്പ് ഇവയൊക്കെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മാത്രവുമല്ല, ഓരോ കൃതിയിലും കാലഘട്ടത്തെ കൂടി അടയാളപ്പെടുത്തുന്നവയാണ്. വിശപ്പ് അനുഭവിച്ചവന് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം എന്ന് തിരിച്ചറിയാനാകും. 1971 ഭൂമിയുടെ അവകാശികൾ എന്ന കഥ പ്രസിദ്ധീകരിച്ചത്. പരിസ്ഥിതി വിഷയങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിഞ്ഞിട്ടില്ലാത്ത അക്കാലത്ത് ക്രാന്തദർശിയായ താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ ഇത്ര സൂക്ഷ്മതയോടെ അവതരിപ്പിച്ചത്? മനുഷ്യന്റെ സൗകര്യങ്ങൾ കൂടുന്നതോടൊപ്പം അവന്റെ ആഗ്രഹങ്ങളും കൂടുന്നതായിരിക്കും. ചുറ്റുപാടുകളിൽ വരുന്ന മാറ്റം, മനുഷ്യന്റെ ഇടപെടലുകൾ എന്നിവയ്ക്ക് ശ്രദ്ധിച്ചാൽ തന്നെ പരിസ്ഥിതിയുടെ നിലനിൽപ്പിനെ അവ എങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളതും വ്യക്തമാകും. പരിസ്ഥിതി ഭാവിയിൽ എന്തായിത്തീരും എന്നതിൻ്റെ ഒരു പ്രവചനം കൂടിയായിരുന്നു ഭൂമിയുടെ അവകാശികൾ. ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ കൃതിയാണ് ശബ്ദങ്ങൾ. എന്തുകൊണ്ടായിരിക്കും ഇത്തരം വിമർശനങ്ങൾ? സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ വിമർശനങ്ങൾ പൊതുവെ ഉണ്ടാവാം. തുറന്നെഴുത്തു നടത്തുന്ന മിക്ക എഴുത്തുകാരും ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ്. എഴുതാനുള്ള സ്വാതന്ത്ര്യം എന്നതുപോലെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം വായനക്കാരനും നിരൂപകർക്കും ഉണ്ട്. നർമ്മരസത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒട്ടുമിക്ക എല്ലാവരും നർമ്മം ഇഷ്ടപ്പെടുന്നവരാകും. അതില്ലാതെ ജീവിതവും എഴുത്തും യാന്ത്രികമാണ്. യാഥാർത്ഥ്യം എന്തു തന്നെയായാലും എല്ലാ മനുഷ്യരും സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ എല്ലാ കൃതികളിലും നർമ്മത്തിൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. താങ്കളുടെ മിക്ക കൃതികളിലും യാഥാർത്ഥ്യത്തെയും ഭാവനയെയും തിരിച്ചറിയാനാവാത്ത വിധം ഇടുകിച്ചേരുന്ന ഒരു രചനാശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? യാഥാർത്ഥ്യവും ഭാവനയും ഒന്നു ചേരുന്നതാണ് സാഹിത്യം. അല്ലെങ്കിൽ അവ രണ്ടും രണ്ടായി തന്നെ നിഴലിക്കും. മതിലുകൾ എന്ന എൻ്റെ നോവലിൽ നാരായണി എന്ന കഥാപാത്രത്തിൻ്റെ
ശബ്ദം മാത്രമാണ് നിങ്ങൾക്ക് കേൾക്കാനാവുക. മതിലുകൾ എന്ന എൻ്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു കഥാപാത്രം യഥാർത്ഥമാണെന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് അടൂർ ഗോപാലകൃഷ്ണൻ അത് സിനിമയാക്കി മാറ്റിയപ്പോൾ സിനിമയുടെ അവസാനത്തിൽ ഈ ഒരു കഥാപാത്രം സത്യമോ മിഥ്യയോ എന്ന തിരിച്ചറിയാനാവാത്ത വിധത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കഥാനായകന്റെ ഭാവനാത്മകമായ അനുഭവമായി മാത്രമാണ് നാരായണി എന്ന കഥാപാത്രത്തെ സിനിമയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നാട്ടുഭാഷയുടെ സ്വാധീനം, സ്വന്തമായി വാക്കുകൾ കണ്ടെത്തുക, കുടുംബത്തെയും ചുറ്റുമുള്ളവരെയും കഥാപാത്രങ്ങളാക്കുക എന്നതൊക്കെ മനഃപൂർവ്വം സ്വീകരിക്കുന്നവയാണോ? സ്വന്തം ചുറ്റുപാടുകളിൽ നിന്നും നിരീക്ഷണങ്ങളിൽ നിന്നുമൊക്കെയാണ് എൻ്റെ പല കഥകളും പിറന്നു വീണിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഇത്തരം സ്വാധീനങ്ങൾ എൻ്റെ കൃതികളിൽ കാണപ്പെടുന്നത്. അസാധാരണത്വം ഇല്ലായെങ്കിൽ കൂടി അതിതീവ്രമായാണ് താങ്കൾ പ്രണയത്തെ അടയാളപ്പെടുത്തുന്നത്. അതിൻ്റെ കാരണം എന്താവാം? എൻ്റെ കൃതികളിൽ അമിതമായ പ്രണയപരതയോ നാടകീയ ആവിഷ്കാരങ്ങളോ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ജീവിതത്തിൻ്റെ സ്വാഭാവികവും ജൈവികവുമായ അനുഭവമായാണ് പ്രണയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. സാമൂഹിക തടസ്സങ്ങൾ, മതപരമായ വ്യത്യാസങ്ങൾ, ശാരീരിക പരിമിതികൾ എന്നിവയൊക്കെ മറികടക്കുകയാണ് എൻ്റെ കഥാപാത്രങ്ങളുടെ പ്രണയം. എഴുത്തു ജീവിതത്തെക്കുറിച്ചും വ്യക്തി ജീവിതത്തെക്കുറിച്ചും ഇതുവരെ നമ്മളോട് സംവദിച്ച അങ്ങേക്ക് ബഹുമാനപൂർവ്വം നന്ദി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എഴുത്തു ജീവിതത്തിലൂടെയുള്ള ഈയൊരു യാത്രയിൽ പങ്കുചേർന്ന നിങ്ങൾക്കേവർക്കും നന്ദി.